സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും കോൺഗ്രസ് മുഖ്യമന്ത്രി തർക്കം സജീവം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനു വേണ്ടി വ്യാപക പ്രചാരണം. ജയിപ്പിക്കാൻ അറിയാമെങ്കിൽ ഭരിക്കാനും അറിയാമെന്നാണ് തലക്കെട്ട്. എല്ലാവരും സർവേയിൽ പങ്കെടുത്ത് വിഡിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാം, ഇപ്പോൾ ഫ്ലെക്സ് യുദ്ധത്തിന് പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ ചില സർവേ ഒക്കെ നടത്തിക്കൊണ്ടുള്ള ഈ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അടിക്കായി അണികൾ ഇങ്ങനെ നേതാക്കൾക്ക് വേണ്ടി കൊമ്പുകോർക്കുന്നതല്ലേ? രോഹിണി, ഫ്ലെക്സിലും തെരുവിലും നടന്ന യുദ്ധത്തിന് പിന്നാലെ ഒരു ആഹ്വാനം ഈ മൂന്ന് നേതാക്കളുടെയും മുഖ്യമന്ത്രി മോഹികളായ മൂന്ന് നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഒരു ആഹ്വാനമുണ്ടായിരുന്നു. തെരുവിലും ഒപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ പോര് അവസാനിപ്പിക്കണമെന്ന്. ആ പോരിനെ താൽക്കാലികമായി വെടിനിർത്തൽ കഴിഞ്ഞ ദിവസങ്ങളിലായെങ്കിലും ഇപ്പോഴും ആ ഒരു അടി വീണ്ടും സമൂഹ മാധ്യമങ്ങളിലൂടെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. വി ഡി സതീശനായിട്ടുള്ള പോസ്റ്ററുകൾ വ്യാപകമായി നിയുക്ത മുഖ്യമന്ത്രി അടക്കമുള്ള പോസ്റ്ററുകളാണ് വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നത്. 32 MLA-മാരുടെ അടക്കം പിന്തുണയുണ്ടെന്ന് വരെ ഈ പോസ്റ്ററിൽ വാദിക്കുകയും ചെയ്യുന്നു. ജയിക്കാനറിയാമെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് വരാനും കഴിയുമെന്ന് തന്നെയുള്ള വ്യാപകമായ തരത്തിലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സ്ഥാനാർത്ഥി മുഖ്യമന്ത്രി ആരെന്നതിനുള്ള സംബന്ധിച്ചുള്ള തീരുമാനം നീണ്ടുപോകുന്നതിൽ പോലും പ്രധാനമായും സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിനും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുമെല്ലാം തന്നെ ഇപ്പോൾ കടുത്ത അതൃപ്തിയിലേക്കും പോയിരിക്കുന്നു. ദിവസങ്ങൾ ഒരാഴ്ച പിന്നിടുമ്പോഴും ഇപ്പോൾ പ്രധാനമായും മുഖ്യമന്ത്രി ആരെന്ന രീതിയിൽ തീരുമാനിക്കാത്ത സാഹചര്യം, അത് അണികൾക്കിടയിലും വലിയ രോഷം തന്നെ പൊട്ടിപ്പുറപ്പെട്ടുണ്ട്. എന്തായാലും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡിൻ്റെ തരത്തിൽ തീരുമാനം വരണം. ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് ഈ മൂന്ന് നേതാക്കളും പ്രധാനപ്പെട്ട ആർ.സിയും വി.സിയും കെ.സി പക്ഷവും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കെ.സി പക്ഷം ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ പോലും ഇപ്പോഴും തയ്യാറല്ല. ഒപ്പം തന്നെ മറ്റ് രണ്ട് നേതാക്കളും വി.ഡിയും ആർ.സിയും ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടെ പ്രധാനമായും ലീഗിൻ്റെ ഒരു സമ്മർദ്ദം കൂടി ഹൈക്കമാൻഡിൽ ഉണ്ടെന്ന് തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി പ്രധാനമായും മുന്നിട്ട് വരികയും ചെയ്യുന്നു. പ്രധാനമായും ഹൈക്കമാൻഡിന് മേൽ ലീഗിൻ്റെ സമ്മർദ്ദമാണ് ഇത്തരത്തിൽ തീരുമാനം വൈകാൻ വരുന്നതെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനമായും ഹൈക്കമാൻഡിനെ ഇത്തരത്തിൽ സമ്മർദ്ദപ്പെടുത്താൻ ലീഗിന് കഴിയില്ല. അത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ലീഗ് മാറി നിൽക്കണമെന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും കടുത്ത സമ്മർദ്ദം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ള ഒരു ആരോപണമാണ് ഒരു വിഭാഗം ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും മൂന്ന് നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.